സോഷ്യൽ വർക്ക് മീഡിയയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് ICDS സൂപ്പർവൈസർ പരീക്ഷയ്ക്കായിട്ട് നമ്മൾ ഹോം സയൻസ് ആണ് പഠിക്കുന്നത്. ആ ഹോം സയൻസിലെ ഫസ്റ്റ് മൊഡ്യൂളിലെ ഡൈജസ്റ്റീവ് സിസ്റ്റത്തെ കുറിച്ചിട്ടാണ് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ കഴിഞ്ഞ 3 വീഡിയോസ് നമ്മൾ ഡൈജസ്റ്റീവ് സിസ്റ്റത്തെ കുറിച്ചിട്ട് തന്നെയാണ് ഡിസ്കസ് ചെയ്തത്. അതിൽ പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻസ് ആയിരുന്നു നമ്മളതിൽ നോക്കിയിരുന്നത്. ഇതിൽ ഇപ്പോൾ പറയാൻ പോകുന്നത് കംപ്ലീറ്റ് ആയിട്ട് ഡൈജസ്റ്റീവ് സിസ്റ്റത്തിൽ ഇൻവോൾവ് ചെയ്തിട്ടുള്ള ഓർഗൻസ്, എൻസൈംസ്, അതിൻ്റെ ഫങ്ഷൻസ്, അങ്ങനെ എല്ലാതും ഡൈജസ്റ്റീവ് സിസ്റ്റമായിട്ട് നമുക്ക് കവർ ചെയ്യാൻ പറ്റുന്ന മാക്സിമം പോയിൻറ്റ്സ് ആണ് നമ്മൾ ഒരു ക്ലാസ് പോലെ നമ്മൾ കവർ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക. കുറേ പോയിൻറ്റ്സ് ഉണ്ട്, അപ്പോൾ അതൊക്കെ നോട്ട് ചെയ്ത് വെക്കുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. അപ്പോൾ നമുക്ക് ഈ ഒരു ചിത്രത്തിൽ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് ഡൈജസ്റ്റീവ് സിസ്റ്റത്തിൻ്റെ പ്രധാനപ്പെട്ട ഭാഗങ്ങൾ: മൗത്ത്, ഈസോഫാഗസ്, ലിവർ, സ്റ്റൊമക്, പാൻക്രിയാസ്, ലാർജ് ഇൻറ്റസ്റ്റൈൻ, സ്മോൾ ഇൻറ്റസ്റ്റൈൻ, അങ്ങനെ ഒരുപാട് ഭാഗങ്ങൾ ഉൾപ്പെട്ടതാണ് എന്താണ് ഈ ഒരു ദഹന വ്യവസ്ഥ അല്ല ഡൈജസ്റ്റീവ് സിസ്റ്റം എന്ന് പറയുന്നത്. അപ്പോൾ ഓരോ ഭാഗങ്ങളും നമുക്ക് വിശദമായിട്ട് നോക്കാം. അപ്പോൾ അതിനു മുമ്പായിട്ട് 6 സ്റ്റെപ്സ് ആണ് ഈ ഡൈജഷൻ പ്രോസസ്സിൽ ഇൻവോൾവ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ആ സ്റ്റെപ്പുകളാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്: ഇൻജഷൻ, മിക്സിംഗ് ആൻഡ് മൂവ്മെൻറ്റ്, സെക്രീഷൻ, ഡൈജഷൻ, അബ്സോർപ്ഷൻ, എക്സ്ക്രീഷൻ. അപ്പോൾ ഫസ്റ്റത്തെ ഒരു സ്റ്റെപ്പിൽ എന്താണ് ഉദ്ദേശിക്കുന്നത്? ഇൻജഷൻ എന്ന് പറയുന്നത് നമ്മൾ ഭക്ഷണം ചവച്ചരച്ച് കഴിക്കുന്ന ഒരു പ്രക്രിയയാണ് അതിൽ വരുന്നത്. മിക്സിംഗ് ആൻഡ് മൂവ്മെൻറ്റ് ഇതുപോലെ തന്നെ നമ്മൾ ചവച്ചരയ്ക്കുന്നതും ഇറങ്ങിപ്പോകുന്ന ഭക്ഷണം സ്റ്റൊമക്കിലേക്ക് ഇറങ്ങിപ്പോകുന്ന ആ ഒരു പ്രോസസ്സാണ് പറയുന്നത്. സെക്രീഷൻ എന്ന് പറയുന്നത് പല ഓർഗൻസും ഡൈജസ്റ്റീവ് സിസ്റ്റവുമായി ബന്ധപ്പെട്ട് പല എൻസൈംസിനെയും ഹോർമോൺസിനെയൊക്കെ സെക്രീറ്റ് ചെയ്ത് ചെയ്യുന്ന ആ ഒരു ഭാഗത്തിനെയാണ്, പർട്ടിക്കുലർ പ്രക്രിയയാണ് സെക്രീഷൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഡൈജഷൻ എന്ന് പറയുന്നത് ഇത്തരത്തിലുള്ള എൻസൈംസ്, ഹോർമോൺസിൻ്റെയൊക്കെ സാന്നിധ്യത്തിൽ ഈ ഭക്ഷണം ഡൈജസ്റ്റ് ചെയ്യപ്പെടുന്ന ഒരു പ്രക്രിയ. അബ്സോർപ്ഷൻ എന്ന് പറയുന്നത് ഇങ്ങനെ ഭക്ഷണം ഡൈജസ്റ്റ് ചെയ്യുമ്പോൾ വളരെയധികം ചെറിയ മോളിക്യൂൾസ് ആയിട്ട് നമ്മുടെ ബ്ലഡിന് പെട്ടെന്ന് അബ്സോർബ് ചെയ്യാൻ പറ്റുന്ന പാകത്തിലാക്കുന്ന ആ ഭാഗത്തിനെയാണ്, അങ്ങനെ ആ ആഗിരണം ചെയ്യപ്പെടുന്ന പ്രക്രിയയാണ് അബ്സോർപ്ഷൻ എന്ന് പറയുന്നത്. എക്സ്ക്രീഷൻ എന്ന് പറയുന്നത് ബാക്കി വേസ്റ്റ് പുറന്തള്ളുന്ന ഒരു പ്രക്രിയ. അപ്പോൾ ഇത്തരത്തിലുള്ള 6 സ്റ്റെപ്പുകളാണ് ഏതിലുള്ളത്? ഡൈജഷൻ പ്രോസസ്സിലുള്ളത്. ഇനി നമുക്ക് ഫസ്റ്റത്തെ പാർട്ട് മൗത്തിന് അല്ലെങ്കിൽ നമുക്ക് ബക്കൽ കാവിറ്റി അല്ലെങ്കിൽ ഓറൽ കാവിറ്റി എന്നൊക്കെ പറയാനായിട്ട് സാധിക്കും. അപ്പോൾ ഈ ഒരു ഇമേജിൽ നമുക്ക് കാണാം മൗത്ത് റീജിയനിൽ തന്നെ കുറേ കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. ലിപ്സ് ഉണ്ട്, ടങ്ക് ഉണ്ട്, പല്ലുകൾ തന്നെ പല ഘടനയുള്ള പല്ലുകളുണ്ട്. അപ്പോൾ അതാണ് നമ്മൾ അടുത്തതായിട്ട് നോക്കാൻ പോകുന്നത്. ബക്കൽ മ്യൂക്കോസ നമ്മൾ ഈ ഓറൽ കാവിറ്റിയിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഈ ബക്കൽ മ്യൂക്കോസ എന്ന് പറയുന്നത് ഈ ഭാഗങ്ങളെല്ലാം ഉൾക്കൊണ്ടതാണ്. ദ ഇന്നർ ലൈനിങ് ഓഫ് ദ ചീക്സ് ആൻഡ് ദ ബാക്ക് ഓഫ് ദ ലിപ്സ്, അതാണ് മെയിനായിട്ട് ഇത് വരുന്നത്. ഇപ്പം നമുക്ക് ഇതിൽ കാണാൻ സാധിക്കും ഇന്നർ ലൈനിങ് ഓഫ് ദ ചീക്സ് ആണല്ലോ, ചീക്സ് എന്ന് പറഞ്ഞാൽ കവിൾത്തടങ്ങൾ. അപ്പോൾ അതിൻ്റെ ഒരു ഇന്നർ ലൈനിങ്, അതുപോലെ തന്നെ ലിപ്സിൻ്റെ ഒരു ഇവിടെ വരുന്ന ഒരു ഇന്നർ പാർട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ കൂടി ചേർന്നതാണ് ഈ ബക്കൽ മ്യൂക്കോസ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് മൗത്തിന് ഒരു റൗണ്ട് ഷേപ്പ് പ്രൊവൈഡ് ചെയ്യാനായിട്ട്, ഈ കവിൾത്തടങ്ങൾക്കൊക്കെ റൗണ്ട് ഷേപ്പ് പ്രൊവൈഡ് ചെയ്യാനായിട്ട് മെയിനായിട്ട് സഹായിക്കുന്നത് ഈ ബക്കൽ മ്യൂക്കോസയാണ്. ടങ്ക് എന്ന് പറയുന്നത് നമുക്കറിയാം ഒരു മസ്കുലാർ ഓർഗൺ ആണ് അല്ലേ. ടങ്ക് എന്ന് പറയുന്നത് നമുക്ക് എങ്ങോട്ടെങ്കിലും വേണമെങ്കിൽ ഫ്ലെക്സിബിൾ ആയിട്ട് മൂവ് ചെയ്യാനായിട്ട് പറ്റുന്ന ഒരു സംഭവമാണ് ടങ്ക് എന്ന് പറയുന്നത്. കുറേയധികം ടേസ്റ്റ് റിസപ്റ്റർ സെൽസ് ഈ ഓരോ ടേസ്റ്റ് ബഡ്സിലും, ഈ ടങ്കിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഓരോ ടേസ്റ്റ് ബഡ്സ് നമുക്ക് കാണാൻ സാധിക്കും വളരെയധികം ചെറിയതായിട്ട്. ആ ഓരോ ബഡ്സിൻ്റെ ഉള്ളിലും ഒരുപാട് ടേസ്റ്റ് റിസപ്റ്റർ സെൽസ് ഉണ്ട്. അപ്പോൾ നമ്മൾ ടങ്കിൻ്റെ ഒരു പ്രത്യേകത പറയുകയാണെന്ന് വെച്ചാൽ മധുരം നമുക്ക് ടേസ്റ്റ് ചെയ്യാൻ, അല്ലെങ്കിൽ എരിവ് ടേസ്റ്റ് ചെയ്യാൻ, ഉപ്പ് ടേസ്റ്റ് ചെയ്യാനൊക്കെ ഓരോ സ്പെഷ്യൽ പോയിന്റ്സ് ഉണ്ടെന്നാണ് പറയുന്നത്. അപ്പോൾ ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് പഠിക്കൊന്നും വേണ്ട. അപ്പോൾ ടങ്ക് നമ്മൾക്ക് ഈ ഭക്ഷണം ചവച്ചരയ്ക്കുന്നതിനും അതുപോലെ തന്നെ സ്വോളോ ചെയ്യാനൊക്കെ വളരെയധികം സഹായിക്കുന്ന ഒരു ഘടകമാണ്. ടീത്ത് നമ്മൾ നോക്കുകയാണെങ്കിൽ എന്താ പറയുക, സ്ട്രോങ്ങസ്റ്റ് ആൻഡ് മോസ്റ്റ് റിജിഡ് സബ്സ്റ്റൻസ് ഇൻ ദ ഹ്യൂമൻ ബോഡി അതെന്ന് ചോദിച്ചാൽ ടീത്താണ്. വളരെയധികം സ്ട്രോങ് ആണ്. നമുക്കറിയാം ഒരു നോർമൽ അഡൾട്ടിൻ്റെ ടീത്തിൻ്റെ എണ്ണം 32 ആണ്. അതേസമയം കുട്ടികളിലാണെങ്കിൽ അത് 20 ആണ്. അപ്പോൾ നമുക്കറിയാം 2 സക്സസീവ് പീരീഡ്സിലാണ് നമ്മുടെ ഒരു മനുഷ്യൻ്റെ മനുഷ്യൻ്റെ ആയുസ് എടുക്കുകയാണെങ്കിൽ നമുക്കതിൽ 2 സക്സസീവ് പീരീഡ്സ് ഓഫ് ടീത്തിൻ്റെ ഒരു പ്രോഗ്രസ് നമുക്ക് കാണാൻ സാധിക്കും. ഫസ്റ്റ് ഫേസ് എന്ന് പറയുന്നത് പാൽപ്പല്ലുകളാണ് ഉണ്ടാകുന്നത്.
അത് കൊഴിഞ്ഞു പോയിട്ടാണ് പെർമനൻറ്റ് ടീത്ത്സ് വരുന്നത്. അങ്ങനെ പെർമനൻറ്റ് ടീത്ത് എന്ന് പറയുന്ന നമ്പർ എന്ന് പറയുന്നത് 32 ആണ്. പലരിലും ചിലപ്പോൾ ഈ വിസ്ഡം ടീത്തൊക്കെ ഉണ്ടായിരിക്കും, പക്ഷെ അത് പുറത്തേക്ക് വന്നിട്ടുണ്ടായിരിക്കില്ല, അതെന്തെങ്കിലും ചില ഡിഫോർമാറ്റീസ് കാരണം. അപ്പോൾ ടൈപ്സ് ഓഫ് ടീത്ത് ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ ഇൻസിസേഴ്സ് ആണ്, പിന്നെ കനൈൻ, മോളാർ ആൻഡ് പ്രീ മോളാർ. പ്രീ മോളാറിന് തന്നെ നമുക്ക് തേർഡ് മോളാർ എന്ന് പറയുന്നതാണ് വിസ്ഡം ടീത്ത്, അത് 4 വരിക. ഓക്കെ, അപ്പോൾ ഈ ഇൻസിസേഴ്സ് എന്ന് പറയുന്നത് ഈ ഉളിപ്പല്ലുകളാണ്. അതായത് നമുക്ക് ഭക്ഷണമൊക്കെ നമുക്ക് കടിക്കാനും ഒക്കെ ഈ സാധിക്കുന്ന ഈ ഭാഗത്ത് കാണുന്ന പല്ലുകളാണ് നമ്മൾ ഇൻസിസേഴ്സ് എന്ന് പറയുന്നത്. കനൈൻ എന്ന് പറയുന്നത് ഇതുപോലെ തന്നെ കൂർത്ത പല്ലുകളാണ്, കുറച്ചുകൂടിയും കൂർത്ത പല്ലുകളാണ് നമ്മൾ കനൈൻ എന്ന് പറയുന്നത്. പിന്നെ പറയുന്നത് മോളാർ. മോളാർ എന്ന് പറയുന്നത് ആ കനൈൻ കഴിഞ്ഞ ശേഷം വരുന്ന പല്ലുകളാണ്. കനൈൻ കഴിഞ്ഞ് വരുന്നത് പ്രീ മോളാർ, അത് കഴിഞ്ഞ് വരുന്നതാണ് മോളാർ എന്ന് പറയുന്നത്. ഓക്കെ, അതിനും ശേഷമാണ് തേർഡ് മോളാർ ആയിട്ടുള്ള വിസ്ഡം ടീത്ത് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. ഓക്കെ, ഇനി ഇവിടെ കൊടുത്തിരിക്കുന്നത് ഒരു എൻലാർജ് ചെയ്തിട്ടൊരു പല്ലിൻ്റെ ഒരു സ്ട്രക്ചർ കൊടുത്തിട്ടുണ്ട്. അതായത് 3 പോർഷൻസ് ആണ് ഒരു പല്ലിനുണ്ടായിരിക്കുക. ക്രൗൺ റീജിയൻ ഉണ്ടായിരിക്കും, പിന്നെ ഒരു നെക്ക് റീജിയൻ ഉണ്ടായിരിക്കും, ദെൻ ഫൈനലി റൂട്ട് റീജിയൻ ആണ് ഉണ്ടായിരിക്കുക. ഓക്കെ, അതാണ് ഞാൻ നേരത്തെ ഇപ്പോൾ പറഞ്ഞത്. ഒരു ക്രൗൺ, നെക്ക്, റൂട്ട് റീജിയൻസ് ആണ് ഒരു പല്ലിലുണ്ടായിരിക്കുക. പല്ലിൻ്റെ ഇനാമൽ എന്ന് പറഞ്ഞാൽ വളരെ സ്ട്രോങ്ങസ്റ്റ് ആണ്. അതിന് കേട് വന്നു കഴിഞ്ഞാൽ പല്ല് പുളിക്കാനും പല്ല് കേട് വരാനൊക്കെ ആയിട്ട് തുടങ്ങും. പിന്നെ അതിൻ്റെ സെൻറ്റർ ഏറ്റവും ഉള്ളിലായിട്ടാണ് നമുക്കതിൻ്റെ റൂട്ട് കാണാനായിട്ട് സാധിക്കുന്നത്. വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ് അല്ലേ, പല്ലിൻ്റെ വേണ്ട പോഷകങ്ങളും അതുപോലെ തന്നെ അതിൻ്റെ പരിപോഷണത്തിന് വേണ്ട കാര്യങ്ങളൊക്കെ കൊടുക്കുന്നത് ഈ റൂട്ടിൽ ബ്ലഡ് വഴിയായിട്ടാണ് അതിന് കിട്ടുന്നത്. അപ്പോൾ പല്ല് പറിച്ച് കളയാന്ന് പറയുകയാണെങ്കിൽ വേരടക്കം പറിച്ച് കളയുമ്പോഴാണ് ഈ പല്ല് പറിച്ച് കളയുക എന്ന് നമ്മൾ പറയുന്നത്. അപ്പോൾ അത്രയും നമ്മുടെ ഡൈജസ്റ്റീവ് പ്രോസസ്സിലാണെങ്കിലും ഭക്ഷണം നന്നായി ചവച്ചരയ്ക്കാനൊക്കെ പലതരത്തിലുള്ള പല്ലുകൾ നമുക്ക് സഹായിക്കുന്നുണ്ട്. ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ഒരു മനുഷ്യൻ്റെ കാര്യം എടുത്തു കഴിയുമ്പോൾ അതിന് 3 ടൈപ്പ് ഓഫ് പല്ലുകളെ പറ്റിയിട്ട് നമ്മൾ, പല്ലുകളല്ല, പല്ലുകളുടെ ഈ ഒരു സംവിധാനവുമായി ബന്ധപ്പെട്ട് 3 ടൈപ്പ് ഓഫ് ടേമുകൾ നമ്മൾ അറിഞ്ഞിരിക്കണം. അപ്പോൾ അതിൽ ഒന്നാമത്തേന്ന് പറയുന്നത് ഡൈഫോഡോണ്ട് ആണ്. അതെന്ന് വെച്ചാൽ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, 2 തരത്തിലുള്ള സക്സസീവ് പീരീഡ് ഓഫ് ടൂത്ത് ആണ് നമുക്കുള്ളത്. അതായത് ഒന്ന് ആദ്യം കുട്ടികളായിരിക്കുന്ന സമയത്ത് പാൽപ്പല്ലുകളാണുള്ളത്, അത് കൊഴിഞ്ഞു പോയതിന് ശേഷം പെർമനൻ്റ് ആയിട്ടുള്ള ടീത്ത് വരുന്നത്. അപ്പോൾ പാൽപ്പല്ലുകളുണ്ട്, അത് കൊഴിഞ്ഞു പോയി കഴിഞ്ഞാൽ പെർമനൻറ്റ് ടീത്ത് വരും. പെർമനൻറ്റ് ടീത്ത് കൊഴിഞ്ഞു പോയാൽ പിന്നൊന്നും വരില്ല. അപ്പോൾ 2 സെറ്റ് ഓഫ് 2 തരത്തിലുള്ള പല്ലുകൾ നമുക്ക് നമ്മുടെ ജീവിത കാലയളവിൽ നമുക്കുണ്ടാകുന്നുണ്ട്. അതുകൊണ്ടാണ് ഡൈഫോഡോണ്ട്, 2 തരത്തിൽ എന്നുള്ള അർത്ഥം വരുന്ന ഇത് വരുന്നത്. ഇനി രണ്ടാമത്തെ ടേം എന്ന് പറയുന്നത് തീക്കോഡൻ്റ് ആണ്. തീക്കോഡൻ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരു ജോലെ, നമ്മുടെ ഒരു സോക്കറ്റിൻ്റെ ഉള്ളിലാണ് പല്ലുകൾ അറേഞ്ച് ചെയ്തിരിക്കുന്നത് അല്ലേ. നമ്മുടെ ഒരു ജോ പോർഷനിലാണ് ഇങ്ങനെ ഓരോരോ കുഴികളിലായിട്ട് ഇങ്ങനെ പല്ലുകൾ അറേഞ്ച് ചെയ്തിരിക്കുന്നതാണ്. ആ ടൈമിനാണ് തീക്കോഡൻ്റ് എന്ന് പറയുന്നത്. ഹെട്രോഡോണ്ട് എന്ന് പറഞ്ഞാൽ പല ടൈപ്പ് ഓഫ് പല്ലുകളുണ്ട്. കനൈൻ ഉണ്ട്, മോളാറുണ്ട്, പ്രീ മോളാറുണ്ട്, വിസ്ഡം ടീത്ത് ഉണ്ട്, അപ്പോൾ ഇൻസിസേഴ്സ് ഉണ്ട്. അപ്പോൾ അങ്ങനെ ഡിഫറെൻറ്റ് ടൈപ്സ് എന്ന് ഉദ്ദേശിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഹെട്രോഡോണ്ട് എന്ന് പറയുന്നത്. അപ്പോൾ ഈ 3 ഫീച്ചേഴ്സും നമുക്ക് ഒരു ഹ്യൂമൻ ബീയിലും കാണാനായിട്ട് സാധിക്കും. ഇനി മൗത്തിൽ എങ്ങനെയാണ് നമ്മുടെ ഈ മൗത്ത് റീജിയൻ ഡൈജസ്റ്റീവ് സിസ്റ്റത്തിൻ്റെ ഒരു പാർട്ടായിട്ട് മാറുന്നത്, അല്ലെങ്കിൽ ഭക്ഷണം പ്രോസസ്സ് ചെയ്യാനുള്ള ഒരു പാർട്ടായിട്ട് മാറുന്നത് എന്നാണ് നമ്മൾ അടുത്തത് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പം നമുക്കറിയാം ഈ സലൈവറി ഗ്ലാൻസ് ഒരുപാട് നമ്മുടെ മൗത്തിൽ ചുറ്റിപ്പറ്റി ഇരിക്കുന്നുണ്ട്. അപ്പോൾ സലൈവ ഉമിനീര് ഒരുപാട് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട് നമ്മൾ ഭക്ഷണം കഴിക്കുമ്പോൾ. ഭക്ഷണം കഴിക്കണേക്ക് മുമ്പ് തന്നെ നമുക്ക് വായിലൊക്കെ വെള്ളം വരാമെന്ന് പറയല്ലേ, ചില നല്ല ഭക്ഷണങ്ങളൊക്കെ കാണുമ്പോൾ, അല്ല വിശന്നിരിക്കുകയാണെങ്കിലൊക്കെ. അപ്പോൾ അത്തരത്തിലുള്ള ഈ ഉമിനീരിൻ്റെ പ്രവർത്തനവും നമ്മുടെ ഡൈജസ്റ്റീവ് പ്രോസസ്സായിട്ട് ഒരുപാട് ബന്ധപ്പെട്ട് കിടക്കുന്നുണ്ട് എന്നാണ് പറയുന്നത്. അപ്പോൾ പ്രത്യേകിച്ച് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഈ സലൈവറി ഗ്ലാൻസ് എവിടെയാണ് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത് നമ്മൾ ശ്രദ്ധിക്കണം. ഒന്ന് ചെവിയുടെ അവിടെയായിട്ട് ഏറ്റവും വലിയൊരു ഗ്ലാൻഡ് കാണാൻ സാധിക്കും, അതാണ് പാരോറ്റിഡ് ഗ്ലാൻഡ് എന്ന് പറയുന്നത്. പിന്നെ അതിന് തൊട്ട് താഴെയായിട്ട് നമുക്ക് സബ് മാൻഡിബുലാർ ഗ്ലാൻഡ് കാണാൻ സാധിക്കും. അതിന് മുമ്പിലായിട്ട് സബ്ലിംഗ്വൽ ഗ്ലാൻഡും കാണാനായിട്ട് സാധിക്കും. അപ്പോൾ ഇതൊക്കെ ഉമിനീര് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഗ്ലാൻഡ്സ് ആണ്. അപ്പോൾ ഈ ഉമിനീരിൻ്റെ പ്രത്യേകത എന്താണ്? ഉമിനീര് നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ സ്റ്റാർച്ച് കണ്ടന്റ് ആയിട്ട് ചേർന്നിട്ട് അതിനെ മാൾട്ടോസ് ആക്കി മാറ്റുന്നു. അപ്പം ഉമിനീരിലുള്ള ഒരു എൻസൈമാണ് ഇതിനെ സഹായിക്കുന്നത്. ആ എൻസൈമിൻ്റെ പേരാണ് ടിയാലിൻ. അമിലേസ് എന്നുള്ള ഒരു പേരും കൂടി ഇതിനുണ്ട്. അപ്പോൾ സ്റ്റാർച്ചുമായിട്ട് ടാലിൻ അമിലേസ് കൂടി ചേർന്നിട്ടാണ് മാൾട്ടോസാക്കി മാറ്റുന്നത്. അപ്പോൾ അവിടെ തന്നെ ഡൈജഷൻ തുടങ്ങുന്നുണ്ടെന്നുള്ള കാര്യം നമ്മൾ ശ്രദ്ധിക്കണം.
ഇനി നമ്മൾ മറ്റൊരു പ്രധാനപ്പെട്ട ഭാഗം നമ്മൾ ഈ ഡൈജസ്റ്റീവ് സിസ്റ്റത്തുമായി നോക്കുമ്പോൾ ഫാരിങ്സ് ആണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. അപ്പോൾ ഫാരിങ്സ് ചിലപ്പോൾ എന്നെ ക്വസ്റ്റ്യൻസിൽ കണ്ടിട്ടില്ല, പക്ഷെ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു പ്രത്യേക ഒരു ഘടകമാണ് ഫാരിങ്സ് എന്ന് പറയുന്നത്. അത് സോഫ്റ്റ് പല്ലറ്റിൻ്റെ ബാക്കിലായിട്ട് വരുന്ന ഒരു ഭാഗമാണ് ഫാരിങ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഒരു 5 ഇഞ്ചോളം ഫാരിങ്സ് കിടക്കുന്നുണ്ട്. മ്യൂക്കസ് മെംബ്രെയിൻ അതിനോട് കോട്ട് ചെയ്തിട്ട് വരുന്നുണ്ട്. ഇതിന് 3 റീജിയനാണ് ഫാരിങ്സിന് മെയിനായിട്ടുള്ളത്. അപ്പോൾ സോഫ്റ്റ് പല്ലറ്റ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ഒരു ഡൗട്ട് തോന്നും. ഞാൻ സോഫ്റ്റ് പല്ലറ്റിൻ്റെ ഒരു ഇമേജ് കാണിച്ചു തരാം. ഇതിൽ നമ്മൾ നോക്കി കഴിയുകയാണെങ്കിൽ കണ്ടാവും, ഈ ഒരു ഭാഗമാണ് സോഫ്റ്റ് പല്ലറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ താഴെ ഭാഗം, ഇതിൻ്റെ ഈ ഒരു പോർഷനിൽ നിന്നാണ് ഫാരിങ്സ് ഇങ്ങനെ തുടങ്ങുന്നത്. ഓക്കെ, ഇതിൻ്റെ ബിഹൈൻഡ് ദിസ് സോഫ്റ്റ് പല്ലറ്റ് ആണ് നമുക്ക്, ഇത് ഹാർഡ് പല്ലറ്റാണ്. ഓക്കെ, ഈ ഭാഗം വളരെ ഫ്ലഷ് സോഫ്റ്റ് ആയിട്ടുള്ള ഒരു പല്ലറ്റാണ്. അപ്പോൾ ഇവിടെ നിന്ന് ഇതിൻ്റെ ബിഹൈൻഡ് പോർഷനിൽ നിന്നാണ് ഫാരിങ്സ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ ഈ ഫാരിങ്സ്, നാസോ ഫാരിങ്സ് ഉണ്ട്, അത് ഏറ്റവും ടോപ്പസ്റ്റ് ലെവലിൽ. പിന്നെ ഓറോ ഫാരിങ്സ് ഉണ്ട്, ലാരിംഗോ ഫാരിങ്സ് ഉണ്ട്. നാസോ ഫാരിങ്സ് എന്ന് പറയുന്നത് അപ്പർ പാർട്ട് ഓഫ് ദ ഫാരിങ്സ് ആണ്. പിന്നെ ഓറോ ഫാരിങ്സ് എന്ന് പറയുന്നത് മിഡിൽ പാർട്ട് ഓഫ് ദ ഫാരിങ്സ് ആണ്. ഇറ്റ് ഈസ് ലാരിംഗോ ഫാരിങ്സ് എന്ന് പറയുന്നത് 2 ഓപ്പണിങ്സിൻ്റെ അടുത്തായിട്ട് വരുന്ന ഒരു ഭാഗമാണ്. ഗ്ലോട്ടീസ് ഫോർ എയർ ആൻഡ് എപ്പിഗ്ലോട്ടീസ് ഫോർ ഫുഡ്. ഓക്കെ, ഗ്ലോട്ടീസ് ഓപ്പണിംഗ് ഇൻ ടു ദ വിൻഡ് പൈപ്പ്. ഓക്കെ, ഇപ്പോൾ ഗ്ലോട്ടീസ് ഓപ്പൺ ചെയ്യുന്നത് വിൻഡ് പൈപ്പിലേക്കാണ്, ഒരു ശ്വസനനാളത്തിലേക്കാണ് ഓപ്പൺ ചെയ്യുന്നത്. അതുപോലെ തന്നെ സൗണ്ട് പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് സഹായിക്കുന്നതാണ് ഗ്ലോട്ടീസ് എന്ന് പറയുന്നത്. അപ്പോൾ അതിന് ഡൈജസ്റ്റീവ് സിസ്റ്റമായിട്ട് ബന്ധമില്ല. അതേസമയം എപ്പിഗ്ലോട്ടീസ് എന്ന് പറയുന്നത് നമ്മുടെ ഫുഡ് ഇങ്ങനെ സോളവ് ചെയ്തിട്ട് ഇറങ്ങുന്ന സമയത്ത് ലാരിങ്സിലേക്ക് എൻ്റർ ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു എന്താ പറയുക, ഒരു ഗേറ്റ് പോലെ പ്രവർത്തിക്കുന്ന ഒന്നാണ് എപ്പിഗ്ലോട്ടീസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ രണ്ടിനും 2 ഫങ്ഷൻസ് ആണ് ഉള്ളത്. ഒന്ന്, ഗ്ലോട്ടീസ് എന്ന് പറയുന്നത് ഒരു ശബ്ദമുണ്ടാക്കാനും അല്ലെങ്കിൽ ഒരു വിൻഡ് പൈപ്പിലേക്കുള്ള ഒരു ഓപ്പണിംഗ് ആയിട്ടാണ് ഗ്ലോട്ടീസ് പ്രവർത്തിക്കുന്നത്. അതേസമയം എപ്പിഗ്ലോട്ടീസ് എന്ന് പറയുന്നത് ലാരിങ്സിലേക്ക് നമ്മൾ ഭക്ഷണം കഴിക്കുന്ന ഒരു സമയത്ത് ആ ഭക്ഷണം എൻ്റർ ചെയ്തിട്ട് ശ്വാസകോശത്തിലേക്ക് ചെന്ന് പ്രശ്നങ്ങൾ ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഗേറ്റ് വേ ആയിട്ട് പ്രവർത്തിക്കുന്ന ഒന്നാണ് എപ്പിഗ്ലോട്ടീസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ അതിൻ്റെ അത് വരുന്ന ഒരു ഭാഗത്ത് ഗ്ലോട്ടീസിൻ്റെ മുകളിലായിട്ടാണ് കാണപ്പെടുന്നത്. അപ്പോൾ ഈ ഒരു റീജിയനൊക്കെ ഈ ഫാരിങ്സിൻ്റെ റീജിയനായിട്ടാണ് വരുന്നത്. ലാരിംഗോ ഫാരിങ്സിൻ്റെ റീജിയനായിട്ടാണ് വരുന്നത്. ഓക്കെ, അപ്പോൾ ഇതിൽ നമുക്ക് കാണാൻ സാധിക്കും ഫാരിങ്സിൻ്റെ റീജിയനിൽ ഏതൊക്കെയാണ് വരുന്നത്. നേസൽ ക്യാവിറ്റിയുടെ ഭാഗത്തും നമുക്ക് ഫാരിങ്സിൻ്റെ റീജിയനായിട്ട് കാണാനായിട്ട് പറ്റുന്നുണ്ട്. അവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഓക്കെ, ഇനി വളരെ പ്രധാനപ്പെട്ട ഒരു ഘടകമാണ് ഈസോഫാഗസ് എന്ന് പറയുന്നത്. നമുക്ക് ഫുഡ് പൈപ്പ് എന്ന് വേണമെങ്കിൽ പറയാം. 25 സെൻറ്റിമീറ്ററോളം ഉണ്ടായിരിക്കും ഈസോഫാഗസ്. ഈസോഫാഗസ് ആണ് ഭക്ഷണം ആ ഒരു പാർട്ടിലൂടെ, ആ ഒരു കുഴൽ പോലെയുള്ള ഭാഗത്തിലൂടെയാണ് ഭക്ഷണം ഇറങ്ങി നമ്മുടെ സ്റ്റൊമക്കിൽ എത്തിച്ചേരുന്നത്. അത് ഒരു പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു പോയിന്റ് എന്ന് പറയുന്നത്, ഒരു പ്രത്യേക രീതിയിൽ റിതമിക് മൂവ്മെൻറ്റിലൂടെയാണ് ഈസോഫാഗസിൽ, അങ്ങനെ ഒരു റിതമിക് മൂവ്മെൻറ്റ് നടന്നിട്ടാണ് ഈ ഒരു ഭക്ഷണം ഇറങ്ങിപ്പോകുന്നത്. ആ ഒരു മൂവ്മെൻറ്റിനെയാണ് നമ്മൾ പെരിസ്റ്റാൾസിസ് മൂവ്മെൻറ്റ് എന്ന് പറയുന്നത്. ഇനി ഭക്ഷണം ഇനി സ്റ്റൊമക്കിൽ എത്തിച്ചേരുന്നു. അപ്പോൾ എന്തൊക്കെ പ്രോസസ്സാണ് സംഭവിക്കണേന്ന് നമുക്ക് നോക്കാം. സ്റ്റൊമക്ക് എന്ന് പറയുന്നത് ഒരു ലാർജ് കർവ്ഡ് ആയിട്ടുള്ള ഒരു സ്ട്രക്ചറുള്ള ഒരു സംഭവമാണ്. ഒരു ജെ ഷേപ്പ്ഡ് സ്ട്രക്ചറാണുള്ളത്. പിന്നെ ഒരു ഇലാസ്റ്റിക് സാക്കും കൂടിയാണ് സ്റ്റൊമക്ക് എന്ന് പറയുന്നത്. അതിന് 2 പാർട്ടായിട്ട് നമുക്ക് തിരിക്കാനായിട്ട് സാധിക്കും. ഒന്ന് കാർഡിയാക് ആൻഡ് രണ്ടാമത്തെ പൈലോറിക്. ഓക്കെ, കാർഡിയാക് എന്ന് പറഞ്ഞാൽ ഫസ്റ്റത്തെ പോർഷനാണ്, ആ ലാർജസ്റ്റ് അപ്പർ പോർഷനാണ് നമ്മൾ എന്ന് പറയുന്നത് കാർഡിയാക് എന്ന് പറയുന്നത്. പൈലോറിക് എന്ന് പറയുന്നത് ലോവർ പോർഷനാണ്. നമുക്ക് സ്റ്റൊമക്ക് കഴിഞ്ഞ് പിന്നെ സ്മോൾ ഇൻറ്റസ്റ്റൈനിലാണ് സ്റ്റാർട്ട് ചെയ്യുക. അതിൻ്റെ ഫസ്റ്റ് ഭാഗം എന്ന് പറയുന്നത് ഡിയോഡിനാണ്, സ്മോൾ ഇൻറ്റസ്റ്റൈൻ്റെ. അപ്പോൾ അതിനോട് ചേർന്ന് വരുന്നതാണ് പൈലോറിക് റീജിയൻ എന്ന് പറയുന്നത്. അവിടെ നമുക്ക് പൈലോറിക് സ്പിഞ്ചറൊക്കെ കാണാനായിട്ട് സാധിക്കും. അപ്പോൾ ഇത് ഈസോഫാഗസ് പിന്നെ സ്റ്റൊമക്കിലേക്ക് വരുന്നു. ഇതിന് അപ്പർ പോർഷൻ എന്ന് പറയുന്നത് കാർഡിയാക് റീജിയൻ ആണ്, ലോവർ പോർഷൻ എന്ന് പറയുന്നത് പൈലോറിക് ആണ്.
അപ്പോൾ ഇതിൻ്റെ ഇവിടെയായിട്ട് നമുക്ക് പൈലോറിക് സ്പിഞ്ചർ കാണാൻ സാധിക്കും. അതെന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഭക്ഷണം ഒറ്റയടിക്ക് സ്മോൾ ഇൻറ്റസ്റ്റൈനിലേക്ക് പോവില്ല. അപ്പോൾ സ്മോൾ ഇൻറ്റസ്റ്റൈന് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും ഭക്ഷണം ദഹിപ്പിക്കാനായിട്ട്. അപ്പോൾ കുറച്ചായിട്ട് പോകാൻ വേണ്ടിയിട്ട് ഇവിടെ ഒരു പിടുത്തം പോലെ വന്നിരിക്കുന്നതാണ് പൈലോറിക് സ്പിഞ്ചർ. ഇതാണ് കൺട്രോൾ ചെയ്യുക എത്ര ഭക്ഷണം ഈ സ്റ്റൊമക്കിൽ നിന്നും സ്റ്റൊമക്കിൻ്റെ പ്രവർത്തനമൊക്കെ കഴിഞ്ഞതിന് ശേഷം സ്മോൾ ഇൻറ്റസ്റ്റൈനിലേക്ക് കടക്കണമെന്ന് തീരുമാനിക്കുന്നത്. അപ്പോൾ നമ്മുടെ സ്മോൾ ഇൻറ്റസ്റ്റൈൻ ആവശ്യത്തിന് സമയമെടുത്ത് ഭക്ഷണത്തിന് നല്ല രീതിയിൽ ദഹിപ്പിക്കാനൊക്കെ സാധിക്കുക. ചില ക്വസ്റ്റ്യൻസിൽ കണ്ടിട്ടുള്ളതാണ് ഈ ഒരു സ്റ്റൊമക്കിൻ്റെയും അതുപോലെ സ്മോൾ ഇൻറ്റസ്റ്റൈൻ്റെ സ്റ്റാർട്ടിങ്ങിൽ കാണുന്ന ഒരു റീജിയൻ നമുക്ക് ചോദിക്കാൻ സാധ്യതയുണ്ട്. അതാണ് പൈലോറിക് സ്പിഞ്ചർ എന്ന് പറയുന്നത്. ഇനി സ്റ്റൊമക്കിൻ്റെ ഉള്ളിൽ നമുക്ക് ഒരുപാട് ട്യൂബുലാർ ഗാസ്ട്രിക് ഗ്ലാൻസ് കാണാനായിട്ട് സാധിക്കും. അതിൻ്റെ ഒരു എൻലാർജ് ചെയ്തിട്ടുള്ളൊരു പിക്ചറാണ് കൊടുത്തിരിക്കുന്നത്. ഇതുപോലെയുള്ള കുറേ ഗാസ്ട്രിക് ഗ്ലാൻസ് ആണ് സ്റ്റൊമക്കിൻ്റെ ഉള്ളിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. ന്യൂമറസ് ട്യൂബുലാർ ഗാസ്ട്രിക് ഗ്ലാൻസ്, അതൊക്കെ ഗാസ്ട്രിക് ജ്യൂസിനെയാണ് സെക്രീറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഗാസ്ട്രിക് ജ്യൂസ് എന്ന് പറയുന്നത് മെയിനായിട്ട് അതിൽ പെടുന്നത് ഹൈഡ്രോക്ലോറിക് ആസിഡ് HCl, പെപ്സിനോജൻ എൻസൈം പെടുന്നുണ്ട്, മ്യൂക്കസ് പെടുന്നുണ്ട്. മ്യൂക്കസ് എന്ന് പറയുന്നത് മെയിനായിട്ട് ഹൈഡ്രോക്ലോറിക് ആസിഡിൻ പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ അത് ആസിഡാണല്ലോ. അപ്പോൾ അതിൻ്റെ ഒരു പ്രവർത്തനം കൊണ്ട് സ്റ്റൊമക്കിന് കേട് വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് മ്യൂക്കസ് കോട്ടിങ്ങും കൂടി പ്രൊഡ്യൂസ് ചെയ്യുന്നത്. കാരണം ഹൈഡ്രോക്ലോറിക് ആസിഡ് ഉണ്ടെങ്കിലേ ചില എൻസൈമിന് പ്രവർത്തിക്കാനായിട്ട് സാധിക്കുള്ളൂ. പെപ്സിനോജനൊക്കെ ഹൈഡ്രോക്ലോറിക് ആസിഡിൻ്റെ ഇതിലാണ് പ്രവർത്തിക്കുന്നത്. ഇതിൻ്റെ ഒരു സാന്നിധ്യത്തിലാണ് പ്രവർത്തിക്കുന്നത്. ഇനി ഈ ഭക്ഷണമൊക്കെ ഇങ്ങനെ ഈ ഗാസ്ട്രിക് ജ്യൂസൊക്കെ ആയിട്ട് മിക്സ് ചെയ്തിട്ട് ഉണ്ടാകുന്ന ഒരു ഫോർമേഷനെയാണ് നമ്മൾ കൈം എന്ന് പറയുന്നത്. ഇനി നമ്മൾ അടുത്തത് ഈ ഭക്ഷണം സ്റ്റൊമക്കിൽ രൂപപ്പെട്ട് കൈമൊക്കെ ആയി മാറി അതിനുശേഷം വരുന്നത് ആ ഭാഗം സ്മോൾ ഇൻറ്റസ്റ്റൈനിലാണ്. അപ്പോൾ സ്മോൾ ഇൻറ്റസ്റ്റൈൻ നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കും. ഇവിടെ ഇങ്ങനെ ചുറ്റിപ്പടഞ്ഞ് കിടക്കുന്നതാണ്. ലോങ്ങസ്റ്റ് ആൻഡ് ഹൈലി കോയിൽഡ് പാർട്ടാണ് എലിമെൻ്ററി കനാലിലെ സ്മോൾ ഇൻറ്റസ്റ്റൈൻ എന്ന് പറയുന്നത്. 6.5 മീറ്റർ ലോങ് ഒക്കെ നമുക്ക് ഉണ്ടായിരിക്കും. ഇറ്റ് ഈസ് ഡിവൈഡ് ഇൻ ടു 3 പാർട്സ്. അപ്പോൾ അത് നമ്മൾ പറയുന്നത് ഒന്നാമത്തെ ഭാഗം എന്ന് പറയുന്നതിൻ്റെ സ്റ്റാർട്ടിംഗ് പാർട്ട് എന്ന് പറയുന്നത് ഡിയോഡിനമാണ്, രണ്ടാമത്തെ ജെജിനം ആൻഡ് മൂന്നാമത്തെ ഇലിയം. ഓക്കെ, ഇനി ഡിയോഡിനം നമ്മൾ നോക്കി കഴിയുകയാണെങ്കിൽ ഒരു C ഷേപ്പ്ഡ് കർവ്ഡായി നമുക്ക് കാണാൻ സാധിക്കും. ഓക്കെ, ബൈല് ഗോൾ ബ്ലാഡറിൽ സൂക്ഷിച്ചു വെച്ചിരിക്കുന്ന ലിവർ പ്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള ബൈൽ കണ്ടക്റ്റിനെ റിസീവ് ചെയ്യുന്നത് ഈ ഡിയോഡനത്തിൻ്റെ C ഷേപ്പ്ഡ് കർവ് ട്യൂബിലാണ്. ഓക്കെ, അപ്പോൾ അതുപോലെ തന്നെ പാങ്ക്രിയാറ്റിക് ജ്യൂസ് ഹെപ്പാറ്റോ പാങ്ക്രിയാറ്റിക് ഡക്റ്റിലൂടെ വരുന്നതും ഇത് റിസീവ് ചെയ്യുന്നുണ്ട്. അപ്പോൾ പാങ്ക്രിയാസിൽ നിന്നുള്ള പാങ്ക്രിയാറ്റിക് ജ്യൂസിനെയും അറ്റ് ദ സെയിം ടൈം ഗോൾ ബ്ലാഡറിൽ നിന്നുള്ള ബൈലിനെ റിസീവ് ചെയ്യുന്നത് ഡിയോഡനത്തിലാണ്. ഓക്കെ, അപ്പോൾ ഈ ഒരു പാർട്ടിൽ വെച്ചിട്ടാണ് മോസ്റ്റ് ഓഫ് ദ കോംപ്ലെക്സ് ഫുഡ് ഐറ്റംസ് ഒക്കെ ഡൈജസ്റ്റ് ചെയ്യപ്പെടുന്നത്. ഇനിയും രണ്ടാമത്തെ സ്മോൾ ഇൻറ്റസ്റ്റൈനിലെ പാർട്ട് എന്ന് പറയുന്നത് ജെജിനമാണ്. ജെജിനം എന്ന് പറഞ്ഞാൽ മിഡിൽ പാർട്ട് ഓഫ് ദ സ്മോൾ ഇൻറ്റസ്റ്റൈൻ ആണ്. ഇറ്റ് കണ്ടക്ട്സ് ഫുഡ് ഫ്രം ദ ഡിയോഡിനം ടു ദ ഇലിയം. അപ്പോൾ ഇതിൻ്റെ മെയിൻ ഫംഗ്ഷൻ എന്ന് പറയുന്നത് ഫുഡിനെ ഡിയോഡിനം പാർട്ടിൽ നിന്നും ഇലിയം പാർട്ടിലേക്ക് കണ്ടക്ട് ചെയ്യുക എന്നുള്ളതാണ്. ലോങ്ങസ്റ്റ് ആൻഡ് മോസ്റ്റ് കോയിൽഡ് പോർഷൻ ഓഫ് ദ സ്മോൾ ഇൻറ്റസ്റ്റൈൻ എന്ന് പറയുന്നത് ആ മിഡിൽ പോർഷൻ ആയിട്ടുള്ള ജെജിനമാണ്. ഇറ്റ്സ് ഇന്നർ ലൈക്ക് സർഫസസ് പോസസ് എ സ്മോൾ വാൾഡ് ഫിംഗർ ലൈക്ക് പ്രൊജക്ഷൻസ് കോൾഡ് വില്ലൈ. വില്ലൈ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പ്രൊജക്ഷൻസ് നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഇത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അബ്സോർപ്ഷൻ നടക്കുന്ന സ്മോൾ ഇൻറ്റസ്റ്റൈനിൽ അബ്സോർപ്ഷൻ നടക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു അബ്സോർപ്ഷൻ റേറ്റ് കൂട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ സ്മോൾ ലൈക്ക് ഫിംഗർ ലൈക്ക് പ്രൊജക്ഷൻസ് ആയിട്ടുള്ള വില്ലയിലുള്ളത്. ഇറ്റ് ഈസ് എ സൈറ്റ് വേർ സിംപ്ലർ ഫുഡ് മെറ്റീരിയൽസ് അബ്സോർബ് ചെയ്യാനായിട്ട് പറ്റും. ഇനി നമ്മൾ കാണാൻ പോകുന്ന അടുത്ത ഭാഗം എന്ന് പറയുന്നത് ലാർജ് ഇൻറ്റസ്റ്റൈൻ ആണ്. അപ്പോൾ സ്മോൾ ഇൻറ്റസ്റ്റൈനിൽ നിന്ന് അത്യാവശ്യം ഫുഡൊക്കെ ഡൈജസ്റ്റ് ചെയ്ത് കുറച്ചൊക്കെ ഡൈജസ്റ്റ് ചെയ്ത് ബാക്കി അബ്സോർപ്ഷനൊക്കെ കഴിഞ്ഞിട്ട് ബാക്കി നടക്കുന്ന പ്രോസസ്സൊക്കെ നടക്കുന്ന ലാർജ് ഇൻറ്റസ്റ്റൈനിലാണ്. ഇറ്റ് ഈസ് ഷോർട്ടസ്റ്റ് ബട്ട് വൈഡർ ദാൻ സ്മോൾ ഇൻറ്റസ്റ്റൈൻ ആൻഡ് മെഷേഴ്സ് 1.5 മീറ്റർ ഇൻ ലെങ്ത്. സ്മോൾ ഇൻറ്റസ്റ്റൈൻ്റെ അത്ര ലെങ്ത് ഒന്നുമില്ല, പക്ഷെ ഭയങ്കര വൈഡറാണ്. ഓക്കെ, അതിന് 3 പാർട്ടുകൾ വീണ്ടും നമുക്ക് കാണാനായിട്ട് സാധിക്കും ലാർജ് ഇൻറ്റസ്റ്റൈനിൽ: സീക്കം, കോളൻ ആൻഡ് റെക്ടം. ഓക്കെ, അപ്പോൾ അതിനും ഓരോരോ ഫങ്ഷൻസ് ഉണ്ട്. സീക്കം എന്ന് പറയുന്നൊരു പൗച്ച് ലൈക്ക് സ്ട്രക്ചറാണ്. നമുക്ക് ഈ പിക്ചറിൽ കാണാനായിട്ട് സാധിക്കും.
ഇവിടെയാണ് സീക്കം എന്ന് പറയുന്നത്. ഈ സീക്കത്തിന്റെ സ്റ്റാർട്ടിങ്ങിലാണ് നമ്മൾ ഈ അപ്പൻഡിക്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഭാഗം കാണുന്നത്. ശരിക്കും നമുക്ക് ഹ്യൂമൻ ബീങ്സിന് അത്ര കാര്യമായ ഉപകാരത്തിൽ വരുന്നില്ല. മെയിനായിട്ട് ഒരു ഇമ്മ്യൂണിറ്റി ഫംഗ്ഷൻ ആണ് ഉള്ളത് എന്നാണ് പറയുന്നത്. എന്നിരുന്നാലും അതിൻ്റെ ഒരു മേജർ ഫംഗ്ഷൻ എന്ന് പറഞ്ഞിട്ടുള്ള രീതിയിൽ അപ്പൻഡിക്സ് വരുന്നില്ല. ഹെർബിവോഴ്സിലുള്ള സസ്യഭുക്കളായിട്ടുള്ള ജീവികളാണ് കൂടുതൽ അതിൻ്റെ ഒരു ഫംഗ്ഷൻ വരുന്നത് എന്നാണ് സ്റ്റഡീസ് പറയുന്നത്. അപ്പോൾ ഈ സീക്കത്തിന്റെ സ്റ്റാർട്ടിങ്ങിലാണ് നമുക്ക് ഈ അപ്പൻഡിക്സ് പോർഷൻ കാണാനായിട്ട് സാധിക്കുന്നത്. അപ്പോൾ സീക്കം എന്ന് പറയുന്ന ഒരു പൗച്ച് ലൈക്ക് സ്ട്രക്ചറാണ്. ഇറ്റ് പ്രിവെൻറ്റ്സ് ദ ബാക്ക് ഫ്ലോ ഓഫ് ദ ഫുഡ്. അതായത് ഇറ്റ് ഈസ് കണക്റ്റഡ് ടു ഇലിയം ബൈ ദ ഇലിയോസീക്കൽ ജംഗ്ഷൻ വഴിയായിട്ട് കണക്ട് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇപ്പോൾ സീക്കം എവിടുന്നാണ് തുടങ്ങുന്നത്? ഈ ഒരു ഭാഗത്തിൽ ഇലിയം ഇവിടെ കൊടുത്തിട്ടുണ്ട്. സ്മോൾ ഇൻറ്റസ്റ്റൈൻ്റെ ഏറ്റവും ലാസ്റ്റത്തെ പോർഷനാണ് ഇലിയം. അപ്പം ഇലിയമായിട്ട് സീക്കം ഇലിയോസീക്കൽ വാൽവ് വഴി കണക്ട് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പം അതെന്തിനാണ് കണക്ട് ചെയ്തിട്ടുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ ഫുഡ് സ്മോൾ ഇൻറ്റസ്റ്റൈനിൽ നിന്ന് സീക്കത്തിലേക്ക് വന്നിട്ട് പിന്നെ തിരിച്ച് സ്മോൾ ഇൻറ്റസ്റ്റൈനിലേക്ക് തന്നെ പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ്, ആ ബാക്ക് ഫ്ലോ തടയാൻ വേണ്ടിയിട്ടാണ് ആ ഒരു വാൽവ് വെച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇതിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഇതാണ് അസെൻഡിങ് കോളൻ എന്ന് പറയുന്നത്. പിന്നെ ഒരു ട്രാൻസ്വേഴ്സ് കോളൻ, ട്രാൻസ്വേഴ്സ് പൊസിഷനിലുള്ള ഒരു കോളനാണ്. പിന്നെ നമുക്ക് ഡിസെൻഡിങ് കോളൻ ആൻഡ് സിഗ്മോയിഡ് കോളൻ. ഈ സിഗ്മോയിഡ് കോളനിലാണ് മെയിനായിട്ട് വിസർജ്യ വസ്തുക്കളൊക്കെ റിസർവ് ചെയ്ത് വെക്കുന്ന ഭാഗം. പിന്നെ അത് രക്തത്തിലൂടെ ആനസിലൂടെ പുറത്തേക്ക് പോകുന്നു. ഓക്കെ, പിന്നെ നമ്മൾ നോക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഗാസ്ട്രിക് ഗ്ലാൻസ് ആണ്. ഗാസ്ട്രിക് ഗ്ലാൻസ് കുറച്ചുകൂടി ഞാൻ എടുത്ത് പറയാമെന്ന് വിചാരിക്കുന്നു. നമ്മൾ നേരത്തെ കണ്ടിരുന്നു ഗാസ്ട്രിക് ഗ്ലാൻസ് ഏതൊക്കെയാണെന്നുള്ളത് കണ്ടിരുന്നു. ഗാസ്ട്രിക് ജ്യൂസിനെ സെക്രീറ്റ് ചെയ്യുന്നു കണ്ടിരുന്നു. അതുപോലെ തന്നെ HCl, പെപ്സിനോജൻ, പിന്നെ മ്യൂക്കസ്, അതിനൊക്കെ സെക്രീറ്റ് ചെയ്യുന്നത് ഗാസ്ട്രിക് ഗ്ലാൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ദിസ് ഇസ് സിറ്റുവേറ്റഡ് ഇൻ ദ വാൾ ഓഫ് സ്റ്റൊമക്ക് ആൻഡ് പ്രൊഡ്യൂസ് ഗാസ്ട്രിക് ജ്യൂസ്. അപ്പോൾ ഈ ഡൈജസ്റ്റീവ് എപ്പിത്തീലിയത്തിലെ ഇതിൻ്റെ സർഫസ് ഏരിയയിൽ നമ്മൾ പറഞ്ഞു ഈ ഗാസ്ട്രിക് ഗ്ലാൻസിൻ്റെ ഒരു സെല്ലെടുത്ത് കഴിഞ്ഞാൽ അല്ലെങ്കിൽ അതിൽ എന്തൊക്കെ സംഭവങ്ങളാണ് ഇതിൽ അടങ്ങിയിട്ടുള്ളതെന്ന് നമുക്ക് നോക്കാനായിട്ട് പോവാണ് നമ്മൾ. ഓക്കെ, അപ്പോൾ ഇതിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് സർഫസ് മ്യൂക്കസ് സെല്ല് കാണാൻ സാധിക്കുന്നുണ്ട്, മ്യൂക്കസ് നെക്ക് സെല്ല് കാണാൻ സാധിക്കും, പാരീറ്റൽ സെല്ല്, പിന്നെ ചീഫ് സെല്ല് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്, ജി സെല്ലും കാണാനായിട്ട് സാധിക്കുന്നു. അപ്പോൾ ഇതിൽ ഓരോന്നും ഓരോ സംഭവങ്ങളിൽ നിന്നാണ് പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്നത്. അപ്പോൾ ഇതാണ് ബേസിക് ആയിട്ടുള്ള ഗാസ്ട്രിക് ഗ്ലാൻസിൻ്റെ ഒരു സർഫസ് എന്ന് പറയുന്നത്, എപ്പിത്തീലിയം എന്ന് പറയുന്നത്. ഈ സർഫസിൽ നമുക്ക് ഓരോരോ സംഭവങ്ങൾ ഗാസ്ട്രിക് ഗ്ലാൻസ് പ്രൊഡ്യൂസ് ചെയ്യുന്ന സംഭവങ്ങളുടെ സെല്ലുകൾ നമുക്ക് കാണാനായിട്ട് സാധിക്കും. അതിൽ ഓരോ സെല്ലുകളും അവയെ എന്തൊക്കെ സംഭവങ്ങളെയാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് എന്നുള്ളതും കൂടെയാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഒന്നാമത്തെ സർഫസ് മ്യൂക്കസ് സെല്ല്, അത് നമ്മുടെ ഈ മ്യൂക്കസിൻ്റെ ഒരു കണ്ടന്റിനെയാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അതുപോലെ തന്നെ മ്യൂക്കസ് നെക്ക് സെല്ലും അത് തന്നെയാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. പാരീറ്റൽ സെല്ലാണ് ഹൈഡ്രോക്ലോറിക് ആസിഡിനെ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ചിലപ്പോൾ ചില ക്വസ്റ്റ്യൻസിൽ കണ്ടേക്കാം ഗാസ്ട്രിക് ഗ്ലാൻസിലെ ഏത് ഭാഗത്തിലെ സെല്ലുകളാണ് ഹൈഡ്രോക്ലോറിക് ആസിഡിനെ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അതാണ് പാരീറ്റൽ സെൽസ് എന്ന് പറയുന്നത്. ഓക്കെ, പിന്നെ പെപ്സിനോജൻ എൻസൈംസിനെ, അതുപോലെ ഗാസ്ട്രിക് ലിപ്പേസിനെ ഏത് ഗാസ്ട്രിക് ഗ്ലാൻസിലെ ഏത് സെല്ലുകളാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നതെന്ന് ചോദിക്കാം. അതാണ് ചീഫ് സെൽസ് എന്ന് പറയുന്നത്. ഇനി ഗാസ്ട്രിൻ എൻസൈമിനെ ഗാസ്ട്രിക് ഗ്ലാൻസിലെ ഏത് സെല്ലാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ അത് ജി സെല്ലാണ്. ഓക്കെ, മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇനി നമ്മൾ അടുത്ത ഒരു മെയിൻ ആയിട്ടുള്ള സംഭവം ലിവറാണ്. അപ്പോൾ ലിവർ എങ്ങനെയാണ് ഡൈജസ്റ്റീവ് പ്രോസസ്സിൽ സഹായിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ലിവറിൻ്റെ പ്രത്യേകതകൾ പഠിക്കാം. ലിവർ ഒരു ലാർജസ്റ്റ് ഗ്ലാൻഡാണ്. 1.6 kg ഓളം ഭാരം വരുന്ന ഒരു സംഭവമാണ് ലിവർ എന്ന്. 2 ലോബുകളാണ് പ്രധാനമായിട്ടുള്ളത്. ഓക്കെ, റൈറ്റ് ആൻഡ് ലെഫ്റ്റ് ലോബ്സ് ഉണ്ട്. അതിൽ റൈറ്റ് ലോബിൻ്റെ അടുത്തായിട്ട് ഒരു പിയർ ഷേപ്ഡ് സ്ട്രക്ചർ ഉണ്ട്, ഗാൾ ബ്ലാഡർ എന്നാണ് ഇതിൻ്റെ പേര്. അപ്പോൾ ഇതിലാണ് ഈ ലിവർ പ്രൊഡ്യൂസ് ചെയ്യുന്ന ബൈലൊക്കെ സ്റ്റോർ ചെയ്ത് വെക്കുക. ബൈൽ ഇങ്ങനെ ഒറ്റയടിക്ക് ഇങ്ങനെ പ്രൊഡ്യൂസ് ചെയ്ത് നേരെ വരില്ല, ഇതിൽ സ്റ്റോർ ചെയ്ത് വെച്ച് ഇതിന് ആവശ്യത്തിന് കൊടുക്കുകയാണ്, ശരീരത്തിലേക്ക് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഓക്കെ, ഇനി ഈ ബൈലിൻ്റെ മെയിൻ ഫങ്ഷൻസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഫുഡിൻ്റെ അസിഡിക് ആയിട്ടുള്ള ഫുഡ്, ആ ഫുഡിൻ്റെ ഡൈജഷന് ചില സമയത്ത് ചില എൻസൈംസ് പ്രവർത്തിക്കണമെങ്കിൽ ഒരു ആൽക്കലൈൻ നേച്ചർ വേണം, ആസിഡിറ്റി ഇതിന് കുറയ്ക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ബൈൽ മെയിനായിട്ട് ഫങ്ഷൻ ചെയ്യുന്നത്. അതുപോലെ തന്നെ നല്ല വലിയ ഫാറ്റ് മോളിക്യൂൾസിനെയൊക്കെ അത് ചെറിയ അതിൻ്റെ രൂപത്തിലേക്ക് ആക്കണമെന്ന് വെച്ചാൽ എമൽസിഫിക്കേഷൻ എന്ന പ്രോസസ്സിലേക്ക് പോകേണ്ടതായിട്ട് വരും. അങ്ങനെ ഒരു എമൽസിഫിക്കേഷൻ ആൻഡ് ബ്രേക്ക് ഡൗൺ ഓഫ് ദ ഫാറ്റ്സ് സംഭവിക്കുന്നത് ഈ ബൈലിൻ്റെ പ്രസൻസിലാണ്. ഇനി നെക്സ്റ്റ് ലിവറിൽ ഇനിയും ചില കാര്യങ്ങളൊക്കെ ഉണ്ട്, അത് നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഓക്കെ,
ഇനി നെക്സ്റ്റ് പാങ്ക്രിയാസിലേക്കാണ് നമ്മൾ പോകുന്നത്. പാങ്ക്രിയാസ് നമ്മൾ നോക്കിക്കഴിയുകയാണെങ്കിൽ ഇതാണ് അനാറ്റമി ഓഫ് ദ പാങ്ക്രിയാസ് ആണ് ഈ പിക്ചറിൽ കൊടുത്തിരിക്കുന്നത്. മെയിനായിട്ട് നോക്കേണ്ട കാര്യങ്ങൾ ഈ പാങ്ക്രിയാസ് ഈ ഒരു ഭാഗമാണ് പാങ്ക്രിയാസ് എന്ന് പറയുന്നത്. പാങ്ക്രിയാറ്റ് ഡക്റ്റിൻ്റെ ഉള്ളിൽ കാണാനായിട്ട് സാധിക്കും. ഇത് പാങ്ക്രിയാസിൻ്റെ ഒരു സ്ട്രക്ചർ നമുക്ക് കാണാൻ സാധിക്കും. ഇറ്റ് ഈസ് എൻ ഇലോങ്ങിനേറ്റഡ് ഗ്ലാൻഡ് സിറ്റുവേറ്റഡ് ബിഹൈൻഡ് ദ സ്റ്റൊമക്. ഇറ്റ് ഈസ് അബൌട്ട് 12 to 15 centimeter long and weighs 60 grams. The pancreas has both endocrine and exocrine function. അതാണ് ഇതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ് എന്ന് പറയുന്നത്. അപ്പോൾ ബാക്കിയുള്ള ഗ്ലാൻഡ്സിനും ആ ഒരു പ്രത്യേകതയില്ല. അപ്പോൾ ഈ ഒരു പാങ്ക്രിയാസിന് എൻഡോക്രൈൻ ഫംഗ്ഷനും ഉണ്ട്, അതുപോലെ തന്നെ എക്സോക്രൈൻ ഫംഗ്ഷനും ഉണ്ട്. അപ്പോൾ എന്താണ് ഈ ഒരു എൻഡോക്രൈൻ ഫംഗ്ഷൻ, എന്താണ് ഈ എക്സോക്രൈൻ ഫംഗ്ഷൻ എന്ന് നമുക്ക് നോക്കണം. പാങ്ക്രിയാസിന് 2 ഫംഗ്ഷൻസ് ആണുള്ളത്. എക്സോക്രൈൻ ഫംഗ്ഷൻ ഉണ്ട്, എൻഡോക്രൈൻ ഫംഗ്ഷൻ ഉണ്ട്. എക്സോക്രൈൻ എന്ന് പറയുകയാണെങ്കിൽ എക്സോക്രൈൻ ഒരു ഡക്റ്റ് വഴിയായിട്ട് എൻസൈംസ് റിലീസ് ചെയ്യുന്നു. അങ്ങനെ നമ്മൾ പ്രോട്ടീൻ, ഫാറ്റ്സ്, ന്യൂക്ലിക് ആസിഡ്സിനൊക്കെ ഡൈജസ്റ്റ് ചെയ്തിട്ട് ഈ റിലീസ് ചെയ്യുന്ന എൻസൈം അതിനൊക്കെ ഡൈജസ്റ്റ് ചെയ്ത് നമുക്ക് അബ്സോർബ് ചെയ്യാനുള്ള പാകത്തിലേക്ക് ആക്കി മാറ്റുന്നു. ഇനി പാങ്ക്രിയാസിൻ്റെ അനദർ ഫംഗ്ഷൻ എന്ന് പറയുന്നത് എൻഡോക്രൈൻ ഫംഗ്ഷനാണ്. നേരിട്ട് ബ്ലഡ് സ്ട്രീമിലേക്ക് ഹോർമോൺസിനെ റിലീസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അങ്ങനെ നമ്മുടെ കൂടുതലായിട്ട് എന്താ പറയുക ഗ്ലൈക്കോജനെ ഗ്ലൂക്കോസ് ആക്കി മാറ്റാൻ സഹായിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് ഇൻസുലിൻ ഹോർമോൺ റിലീസ് ചെയ്യുന്നു. നമ്മുടെ ബ്ലഡിൽ കൂടുതലായിട്ട് ഗ്ലൂക്കോസ് ഉണ്ടെങ്കിൽ അതിനെ കൺവേർട്ട് ചെയ്ത് ഗ്ലൈക്കോജനാക്കി സ്റ്റോർ ചെയ്ത് വെക്കുന്ന ആ ഒരു പ്രോസസ്സ് ഇൻസുലിൻ ഹോർമോൺസിനെ റിലീസ് ചെയ്യുന്നതിൻ്റെ മെയിൻ ഫംഗ്ഷനും പാങ്ക്രിയാസിനുണ്ട്. ദെൻ അടുത്ത ഗ്ലാൻഡ്സ് ആണ് ഇൻറ്റസ്റ്റിനൽ ഗ്ലാൻഡ്സ്. ഇൻറ്റസ്റ്റൈനിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നു. ന്യൂമറസ് ഗ്ലാൻഡ്സ് പ്രസൻറ്റ് ഇൻ ദ മ്യൂക്കസ് ഓഫ് സ്മോൾ ഇൻറ്റസ്റ്റൈൻ. 2 ടൈപ്സ് ആണുള്ളത്. ഇൻറ്റസ്റ്റിനൽ ഗ്ലാൻഡ്സ് ദ സെക്രീറ്റ് ഇൻറ്റസ്റ്റിനൽ ജ്യൂസ്. അറ്റ് ദ സെയിം ടൈം ബ്രണ്ണേഴ്സ് ഗ്ലാൻഡ്സ് എന്ന് പറയുന്നത് ഈ ഗ്ലാൻഡ്സ് മ്യൂക്കസിനെ സെക്രീറ്റ് ചെയ്യുന്നു. ദാറ്റ് ലൂബ്രിക്കേറ്റ്സ് ദ ഫുഡ് ആൻഡ് പ്രൊട്ടക്ട്സ് ദ ഗട്ട് ഫ്രം ഇഞ്ചുറി. അതും ഇൻറ്റസ്റ്റിനൽ ഗ്ലാൻഡ്സിൻ്റെ ഒരു പ്രത്യേകതയാണ്. ദെൻ നെക്സ്റ്റ് നമ്മൾ നേരത്തെ പറഞ്ഞു പൈലോറിക് സ്പിഞ്ചർ എന്ന് പറയുന്നത് സ്റ്റൊമക്കിൻ്റെയും സ്മോൾ ഇൻറ്റസ്റ്റൈൻ്റെയും ഒരു പോർഷനിൽ കാണാനായിട്ട് സാധിക്കുന്നു. ഭക്ഷണം കുറച്ചായിട്ട് സ്റ്റൊമക്കിൽ നിന്നും സ്മോൾ ഇൻറ്റസ്റ്റൈനിലേക്ക് കടത്തി വിടുന്ന ഒരു ഭാഗമാണ്. പിന്നെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ വെർമിഫോം അപ്പൻഡിക്സും സീക്കത്തിൽ അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അതിൻ്റെ ഫങ്ഷൻ അത്രയധികം ഹ്യൂമൻ ബീങ്സിൽ അത്രയധികം നമുക്ക് കാണാനായിട്ട് സാധിക്കില്ല. ഇനി അടുത്ത ഒരു മിഡിൽ പോർഷൻ ഓഫ് ദ ലാർജ് ഇൻറ്റസ്റ്റൈൻ എന്ന് പറയുന്നത് കോളനാണ്. ഒരു യു ഷേപ്പ് ട്യൂബാണ്. അതിന് 4 പാർട്ടുകളുണ്ട്. അപ്പോൾ അതിലെ 4 പാർട്ട് എന്ന് പറഞ്ഞാൽ അസെൻഡിങ് കോളൻ, ട്രാൻസ്വേഴ്സ് കോളൻ, ഡിസെൻഡിങ് കോളൻ, സിഗ്മോയിഡ് കോളൻ ആക്ട് ആസ് എ റിസർവോയർ ഓഫ് ദ ഫീസസ്. അപ്പം ഡൈജസ്റ്റീവ് സിസ്റ്റത്തിൽ നമ്മളധികം ശ്രദ്ധിക്കാതിരിക്കുന്ന ചില പോയിന്റ്സ് എക്സാമിന് ചോദിക്കാൻ സാധ്യതയുള്ളതായിട്ടുള്ളത് നമുക്ക് നോക്കാം. പാർട്ട് ഓഫ് ദ ഹ്യൂമൻ സ്റ്റൊമക് വിച്ച് കണക്ട്സ് വിത്ത് ഈസോഫാഗസ് ആയിട്ട് കണക്ട് ചെയ്തിരിക്കുന്ന സ്റ്റൊമക്കിൻ്റെ ഭാഗം എന്ന് പറയുന്നത് കാർഡിയാക് റീജിയനാണ്. നമുക്കറിയാം സ്റ്റൊമക്കിനെ 2 പാർട്ടായിട്ട് തരംതിരിച്ചിട്ടുണ്ട്. അതിൻ്റെ മുകളിലെ ഭാഗത്തിന് നമുക്ക് കാർഡിയാക് റീജിയൻ എന്നും താഴെയുള്ള ഭാഗത്തിന് നമുക്ക് പൈലോറിക് റീജിയൻ എന്നും പറയാൻ സാധിക്കും. അപ്പോൾ കാർഡിയാക് റീജിയൻ ആണ് സ്റ്റൊമക്കിന് മുകളിലായിട്ടാണ് നമുക്ക് ഈസോഫാഗസ് ഒരു കുഴൽ പോലെയുള്ള സ്ട്രക്ചർ ഉണ്ടെന്ന് നമുക്കറിയാം. അപ്പോൾ അതായിട്ട് കണക്ട് ചെയ്തിരിക്കുന്ന കാർഡിയാക് റീജിയൻ ആണ്. ഇനി സക്കസ് എൻറ്ററിക്കസ് എന്ന് പറയുന്നത് ഇൻറ്റസ്റ്റിനൽ ജ്യൂസിനെയാണ് നമ്മൾ സക്കസ് എൻറ്ററിക്കസ് എന്ന് പറയുന്നത്. ഹ്യൂമൻ ബോഡിയിലെ അപ്പൻഡിക്സിൻ്റെ ഫംഗ്ഷൻ എന്ന് പറയുന്നത് ഇമ്മ്യൂൺ സിസ്റ്റം ഫംഗ്ഷൻ എന്നാണ് പറയുന്നത്. ഓക്കെ, the name of the condition where the stomach pushes up through the diaphragm എന്ന് പറയുന്നത് ഹൈറ്റൽ ഹെർണിയ ആണ്. ഓക്കെ, അപ്പോൾ സ്റ്റൊമക്ക് ഡയഫ്രത്തിനെ പുഷ് ചെയ്യുന്ന ആ ഒരു കണ്ടീഷനെ പറയുന്ന പേരാണ് ഹൈറ്റൽ ഹെർണിയ. ഓക്കെ, ഇത് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. നമുക്ക് വേറെ കുറച്ച് ശ്രദ്ധിക്കാനുള്ള പോയിന്റ്സിലേക്ക് കടക്കാം. അതായത് നമ്മൾ പറഞ്ഞു ഇപ്പം ഡൈജസ്റ്റീവ് സിസ്റ്റത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗം എന്ന് പറയുന്നത് അതിൻ്റെ ഡൈജഷനും അതുപോലെ തന്നെ അതിൻ്റെ അബ്സോർപ്ഷനും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ ഒരു ഫുഡ് വലിയ മോളിക്യൂൾസ് ആയിട്ടുള്ള ഫുഡ് പാർട്ടിക്കിൾസിനെ നമ്മുടെ ബോഡിയിലേക്ക് അബ്സോർബ് ചെയ്യുന്നത് വളരെ ചെറിയ പാർട്ടിക്കിൾസ് ആയിട്ടാണ്. അപ്പോൾ അങ്ങനെ അബ്സോർബ് ചെയ്യണമെങ്കിൽ അതിൽ ഏതൊക്കെ ഓർഗൻസും ഗ്ലാൻഡ്സും എൻസൈംസും ഒക്കെ ഇൻവോൾവ്ഡ് ആണ്. ഓക്കെ, അപ്പോൾ അത് ഏതൊക്കെ ഗ്ലാൻഡ്സിൻ്റെ ഏതൊക്കെ എൻസൈംസ് ഒക്കെയാണ്, അത് പ്രൊഡ്യൂസ് എൻസൈംസ് ആണ്, ഏതൊക്കെ ഫുഡിനെ എന്തൊക്കെ പ്രൊഡക്ട്സ് ആക്കി മാറ്റുന്നു എന്നുള്ള ഒരു ചെറിയൊരു ഷോർട്ട് ആക്കിയിട്ടുള്ള ടേബിൾ ഫോർമാറ്റിലേക്ക് ആക്കിയിരിക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്കൊരു പക്ഷേ ഉപകാരം ഉണ്ടാകുമെന്ന് വിചാരിക്കുന്നു. ഇപ്പോൾ സലൈവറി ഗ്ലാൻഡ് എന്ന് പറയുന്നത് നമുക്കറിയാം അതൊരു പ്രധാനപ്പെട്ടത് എന്ന് പറയുന്നത് സലൈവറി അമലേസ് ആണ്. ടാലിൻ എന്നാണ് വേറൊരു പേരെന്ന് പറയുന്നത്. അപ്പോൾ അതിൽ ടാർഗറ്റ് മോളിക്യൂൾ എന്ന് പറയുന്നത് നമ്മൾ സ്റ്റാർച്ചാണ്. സ്റ്റാർച്ചിനെ അത് ഒളിഗോസാക്കറൈഡ്സ് ആൻഡ് ഡൈസാക്കറൈഡ്സ് ആക്കി മാറ്റുന്നു. അപ്പോൾ എല്ലാം വളരെ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കണമെങ്കിലും നമ്മൾ ചില കാര്യങ്ങളൊക്കെ ഓർത്ത് വയ്ക്കണം. ഈ സലൈവറി ഗ്ലാൻഡിലെ ടാലിനൊക്കെ ഒത്തിരി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. അതുപോലെ മൗത്ത് റീജിയനിൽ നമുക്ക് ലിപ്പേസ് കാണാൻ സാധിക്കും. അത് ഫാറ്റിനെ
വായിൽ വെച്ചിട്ട് തന്നെ ഗ്ലിസറൈഡ്സ് ആൻഡ് ഫാറ്റി ആസിഡ്സ് ആക്കി മാറ്റുന്നുണ്ട്. പിന്നെ പാൻക്രിയാസിൽ ഒരുപാട് എൻസൈംസ് എൻസൈംസ് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട് പാൻക്രിയാസ് വഴിയായിട്ട്. അപ്പോൾ അതിൽ പാൻക്രിയാറ്റിക് അമിലേസ്, അവിടെയും സ്റ്റാർച്ച് നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കും, സ്റ്റാർച്ചിനെ ചെറിയ മോളിക്യൂൾസ് ആക്കി മാറ്റുന്നുണ്ട്. അപ്പോൾ അങ്ങനെ പ്രോസസ്സ് പാൻക്രിയാറ്റിക് അമിലേസ് വഴിയും സാധിക്കുന്നുണ്ട്. അതുപോലെ മൗത്തിൽ നമ്മൾ കണ്ടു സലൈവറി അമിലേസ് ഉണ്ട്, പാൻക്രിയാറ്റിക് അമിലേസ് ഉണ്ട്. അപ്പോൾ രണ്ടും സ്റ്റാർച്ചിനെയാണ് വിഘടിപ്പിക്കുന്നത്. ഇനി പാൻക്രിയാസിലെ പിന്നെ കൈമോട്രിപ്സിൻ കാണാൻ സാധിക്കും, പ്രോട്ടീൻസിനെയാണ് അത് ബ്രേക്ക് ചെയ്യുന്നത്. അതുപോലെ ട്രിപ്സിൻ, പിന്നെ കാർബോക്സി പെപ്റ്റഡേസ് ഉണ്ട്, അതൊക്കെ പ്രോട്ടീൻസ് ഡൈജഷനാണ് സംഭവിക്കുന്നത്. അപ്പോൾ പാൻക്രിയാസ് മെയിനായിട്ട് സ്റ്റാർച്ചിനെ ഡൈജസ്റ്റ് ചെയ്യുന്നുണ്ട്, പ്രോട്ടീൻസിനെയും ഡൈജസ്റ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, പിന്നെ അടുത്തൊരു ടേബിളിൽ നിന്ന് നോക്കി കഴിയുകയാണെങ്കിൽ ന്യൂക്ലിക് ആസിഡിനെ ഡൈജസ്റ്റ് ചെയ്യാനും പാൻക്രിയാറ്റിക് എൻസൈംസിന് സാധിക്കുന്നുണ്ട്. പിന്നെ പ്രധാനപ്പെട്ടത് സ്മോൾ ഇൻറ്റസ്റ്റൈനിലാണ് നമ്മൾ ന്യൂക്ലിയോടൈഡ്സിനെ അവിടെ നമ്മൾ വിഘടിപ്പിക്കുന്നുണ്ട്. ഓക്കെ, ലിവറിൻ്റെ ബൈൽ സോൾട്സ് നമുക്കറിയാം എമൽസിഫിക്കേഷൻ വഴിയായിട്ട് ഫാറ്റിനെയാണ് നമ്മൾ ബ്രേക്ക് ഡൗൺ ചെയ്യുന്നത്. സ്റ്റൊമക്കിലാണെങ്കിൽ സ്റ്റൊമക് ലിപ്പേസ് ഫാറ്റ് മോളിക്യൂൾസിനെ ബ്രേക്ക് ഡൗൺ ചെയ്യുന്നത്. അപ്പോൾ ഇതൊക്കെ ജസ്റ്റ് ഒന്ന് ഓർത്തിരിക്കുക, കാരണം ചോദിക്കാനുള്ള സാധ്യതയുള്ള ഭാഗങ്ങളാണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ക്ലാസ് ഞാൻ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുകയാണ്. കുറേ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ സാധിച്ചെന്ന് വിചാരിക്കുന്നു. നിങ്ങളുടെ സംശയങ്ങൾ തീർച്ചയായിട്ടും നിങ്ങൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കമൻറ്റ് ബോക്സിൽ നിങ്ങൾ രേഖപ്പെടുത്തുന്നത് ആഗ്രഹിക്കുകയാണ്. കാരണം എങ്കിൽ മാത്രമാണ് എനിക്ക് കൂടുതലായിട്ട് ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് പറ്റില്ല, എന്തൊക്കെ പോയിൻറ്റ്സ് ഉൾപ്പെടുത്തണമെന്ന് അറിയുള്ളൂ. അപ്പോൾ ഇനി നമ്മൾ അടുത്ത ഒരു സിസ്റ്റമായിട്ട് വരും. നമ്മൾ കുറച്ച് ഗ്യാപ്പ് ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇനി അടുത്തൊരു സിസ്റ്റം എന്ന് പറയുന്നത് കാർഡിയോവാസ്കുലർ സിസ്റ്റമാണ്. കാർഡിയോവാസ്കുലർ സിസ്റ്റം, റീപ്രൊഡക്റ്റീവ് സിസ്റ്റം ഒക്കെ ഉണ്ട് ഹോം സയൻസിൽ. പിന്നെ അതുപോലെ തന്നെ ഹോം സയൻസ് മാത്രമല്ല, സോഷ്യൽ വർക്ക് റിലേറ്റഡ് ആയിട്ടുള്ള ഓൾറെഡി ഗ്രൂപ്പിൽ ഓൾറെഡി എൻ്റെ ചാനലിൽ ഞാൻ ഇട്ടിട്ടുണ്ട്. അതായത് സോഷ്യൽ വർക്ക് റിലേറ്റഡ് ആയിട്ടുള്ള എക്സാമിന് വരുന്ന പോർഷൻസ് ഒക്കെ. അപ്പോൾ അത് ICDS സൂപ്പർവൈസറിന് സ്പെഷ്യലൈസ്ഡ് ഹെഡിങ്ങോട് കൂടിയിട്ടൊന്നുമല്ല ഇട്ടിരിക്കുന്നത്, പക്ഷേ അതിൽ വരുന്നൊരു ഭാഗങ്ങളാണ്. നമുക്ക് സിലബസ് എടുത്ത് നോക്കി കഴിഞ്ഞാൽ കാണാനായിട്ട് സാധിക്കും. അപ്പോൾ നമുക്ക് സോഷ്യൽ വർക്കും അതുപോലെ തന്നെ ഹോം സയൻസിൻ്റെ ഭാഗങ്ങളിലൊക്കെ നമുക്ക് ഇനി തുടർന്ന് വരുന്ന ക്ലാസ്സുകളിൽ ഇടുന്നതായിരിക്കും. അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ടാണ് എൻ്റെ ഒരു ഊർജ്ജം എന്ന് പറയുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ താങ്ക് യു.